Hello dear students, welcome to Manthroom. നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ലീനിയർ ആൾജിബ്രയിലെ ഒരു ടോപ്പിക്കാണ്. ലീനിയർ ആൾജിബ്രയുടെ ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് വെക്റ്റർ സ്പേസ്, വെക്റ്റർ സ്പേസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ് സ്പേസിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യാം. A subspace of a vector space V is a subset H of V that has three properties. Okay, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്, ഒരു വെക്റ്റർ സ്പേസ് V ഉണ്ട്. V എന്നുള്ളത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഈ വെക്റ്റർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് H. നമ്മൾ ഒരു സെറ്റിന്റെ സബ്സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇപ്പൊ V എന്നുള്ള സെറ്റിന്റെ സബ്സെറ്റ് ആണ് H എന്ന് നമ്മൾ എങ്ങനെ എഴുതുക? H is a subset of V. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള V എന്നുള്ളത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഈ വെക്റ്റർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് H. ഇനി Hനെ ഒരു സബ്സ്പേസ് എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ദ സീറോ വെക്റ്റർ ഓഫ് V ഈസ് ഇൻ H. V എന്നുള്ള വെക്റ്റർ സ്പേസിലുള്ള സീറോ വെക്റ്റർ എവിടെ ഉണ്ടായിരിക്കണം? Hൽ ഉണ്ടായിരിക്കണം. അതായത് V എന്നുള്ളത് എന്താണ്, വെക്റ്റർ സ്പേസ് ആണ്, നമുക്കറിയാം. വെക്റ്റർ സ്പേസിൽ സീറോ വെക്റ്റർ ഉണ്ടായിരിക്കും. അതേ സീറോ വെക്റ്റർ എവിടെ ഉണ്ടായിരിക്കണം? Hൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തത് എന്താണ്? H ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്റ്റർ അഡീഷൻ. H വെക്റ്റർ അഡീഷനിൽ ക്ലോസ്ഡ് ആയിരിക്കണം. അതിന്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് ഫോർ ഈച്ച് U ആൻഡ് V in H the sum U plus V is in H. നമ്മൾ H ന്ന് 2 വെക്ടേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ 2 എലമെന്റ്സ് U ഉം V എടുക്കുക. ഓക്കെ, ഈ U ഉം V എടുത്തു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന പുതിയ ആള്, അതായത് U plus V വീണ്ടും എവിടെ വേണം? Hൽ വേണം. അതായത് U ഉം V എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സം U plus V വീണ്ടും എവിടെ തന്നെ വേണം? Hൽ വേണം. ഇതാണ് എന്തിന്റെ മീനിങ്? H ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ, വെക്റ്റർ അഡീഷൻ എന്ന് പറഞ്ഞാൽ മീനിങ്. ഓക്കെ, അപ്പൊ 2 വെക്ടേഴ്സ് H എന്ന് എടുത്ത് അത് ആഡ് ചെയ്താലും കിട്ടുന്ന പുതിയ വെക്ടർ എവിടെ തന്നെ വേണം? Hൽ തന്നെ വേണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? H is closed under multiplication by scalars. H മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആയിരിക്കണം. ഓക്കെ, എന്താണ് അതിന്റെ മീനിങ്? ദാറ്റ് ഈസ് ഫോർ ഈച്ച് U in H and each scalar C the vector C into U is in H. നമ്മൾ എന്ത് ചെയ്യാം? H ന്ന് ഒരു U എന്നുള്ള വെക്ടർ എടുക്കാം, ഒരു നമ്പർ C യും എടുക്കാം. സ്കേലാർ എന്ന് പറഞ്ഞാൽ നമ്പർ. ഓക്കെ, അപ്പൊ ഒരു നമ്പർ C യും ഒരു വെക്ടർ U എടുക്കുക, എന്നിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. C എന്നുള്ള നമ്പറിനെ U എന്നുള്ള വെക്ടറിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ C into U കിട്ടും. ആ കിട്ടുന്ന പുതിയൊരു വെക്ടർ ആയിരിക്കും. ആ കിട്ടുന്ന വെക്ടർ എവിടെ തന്നെ വേണം? വീണ്ടും Hൽ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? H ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പൊ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്റ്റർ സ്പേസിന്റെ ഒരു സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്പേസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഇതിന്റെ വേറൊരു മീനിങ്, വെക്റ്റർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് H. ഈ സബ്സെറ്റ് വീണ്ടും ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സബ്സ്പേസിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എക്സാമ്പിൾ: ദ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി ദ സീറോ വെക്റ്റർ ഇൻ എ വെക്റ്റർ സ്പേസ് V ഈസ് എ സബ്സ്പേസ് ഓഫ് V. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ വെക്റ്റർ സ്പേസ് V എടുക്കുക. ആ വെക്റ്റർ സ്പേസിൽ എന്തായാലും സീറോ വെക്റ്റർ ഉണ്ടാവുമല്ലോ. ആ സീറോ വെക്ടറിനെ മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി നിർത്താം. ഒരൊറ്റ എലമെന്റ് ഉള്ള ഒരു സെറ്റാക്കി അതിനെ മാറ്റി നിർത്താം. അങ്ങനെയാണെങ്കിൽ ആ സീറോ വെക്ടർ മാത്രമുള്ള ഒരു സെറ്റിന് നമ്മൾ എങ്ങനെ എഴുതുക? ഇങ്ങനെയല്ലേ, ഒരു സെറ്റിന്റെ ബ്രാക്കറ്റ് ഉണ്ടാവും, അതിൽ സീറോ വെക്ടർ ഉണ്ടാവും. ഈ സെറ്റ്, അതായത് ഈ സീറോ എന്ന എലമെന്റ് മാത്രമുള്ള ഈ ഒരു സെറ്റ് എന്തായിരിക്കും? അതൊരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ അതിനെ പറയാം സീറോ സബ്സ്പേസ് എന്നാ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ V എന്നുള്ള വെക്റ്റർ സ്പേസ് എടുത്തു. നമുക്കറിയാം V എന്നുള്ള വെക്റ്റർ സ്പേസിന്റെ ഒരു എലമെന്റ്, V എന്നുള്ള വെക്റ്റർ സ്പേസിലുള്ള ഒരു വെക്ടർ ആണ് ഏത്? സീറോ വെക്ടർ. നമ്മൾ എന്ത് ചെയ്തു? ആ സീറോ വെക്ടറിനെ ഇവിടെ മാറ്റി വെച്ചു. ഓക്കെ, നമുക്കറിയാം സീറോ വെക്ടർ എന്തിലുണ്ട്? V ലുണ്ട്. ഓക്കെ, സീറോ എന്നുള്ള എലമെന്റ് V ലുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സീറോ സബ്സെറ്റ് ഓഫ് V എന്ന് എഴുതാം. അപ്പൊ V എന്നുള്ള വെക്റ്റർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞത് സബ്സ്പേസിന്റെ ഡെഫിനിഷൻ? V എന്നുള്ളതിന് ഒരു സബ്സെറ്റ് H കിട്ടണം. ഈ H 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതേപോലെ Vക്ക് നമ്മൾ ഇവിടെ ഒരു സബ്സെറ്റ് എടുത്തു. ഓക്കെ, Vയിൽ സീറോ വെക്ടർ ഉണ്ട്. അപ്പൊ V ന്റെ സബ്സെറ്റ് ആണ് 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം?
ഈ 0 എന്നുള്ള എലമെന്റ് മാത്രമുള്ള ഈ സെറ്റ് ഒരു സബ്സ്പേസ് ആയിരിക്കും ആരുടെ വിയുടെ. റീസൺ എന്താണ്? നോക്കൂ, ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റത്തേത് 0 വെക്ടർ സെറ്റിൽ ഉണ്ടായിരിക്കണം. നോക്കൂ, ഇതാ ഇവിടെ 0 വെക്ടർ എച്ചിൽ വേണമെന്നാണ് കണ്ടീഷൻ. നോക്കൂ, 0 വെക്ടർ എന്തിലുണ്ട്? 0 എന്നുള്ള സെറ്റിലുണ്ട്. ഓക്കെ, 0 എന്നുള്ള വെക്ടർ ഈ സെറ്റിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നോക്കൂ, H ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ. H വെക്ടർ അഡീഷനിൽ ക്ലോസ്ഡ് ആയിരിക്കണം. നോക്കൂ, Hന് പകരം ഇവിടെ ആരാളുള്ളത്? 0 എന്നുള്ള സെറ്റ്. നോക്കൂ, ഇവിടെ 0 ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ ആകെ ഇവിടെ ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ. ആരാണ്? 0. അപ്പൊ 0 + 0 എന്തായിരിക്കും നമുക്ക് കിട്ടുക? 0. 0 0 ആഡ് ചെയ്താൽ 0 കിട്ടും. ആ കിട്ടുന്ന 0 എവിടെ തന്നെ ഉണ്ട്? ഇവിടുത്തെ സെറ്റ് തന്നെ ഉണ്ട്. ഇനി നോക്കൂ, നമ്മൾ മൂന്നാമത്തെ കണ്ടീഷൻ H ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യാം? ഒരു വെക്ടർ ഈ സെറ്റിൽ നിന്ന് എടുക്കുക. ഈ സെറ്റിൽ നിന്ന് എടുക്കാൻ നമുക്ക് ആകെ ഒരു വെക്ടറേ ഉള്ളൂ, 0 വെക്ടർ. അത് നമ്മൾ എന്ത് ചെയ്യും? ഒരു C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ആള് എവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ നോക്കുക. ഈ സെറ്റിൽ തന്നെ ഉണ്ടോ നോക്കുക. C × 0 നോക്കൂ, നമുക്കറിയാം C × 0 0 തന്നെയാണ്. കിട്ടുന്ന 0 വെക്ടർ ഈ സെറ്റിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് ഏത്? ഈ 0 എന്നുള്ള സെറ്റ്. അപ്പൊ ഈ 0 എന്നുള്ള സെറ്റ് എന്തായിരിക്കും? ഒരു സബ്സ്പേസ് ആയിരിക്കും. നമ്മൾ അതിനെ പറയാം 0 സബ്സ്പേസ് എന്നാണ് പറയാം. ഓക്കെ, അതാണ് ഒരു വെക്ടർ സ്പേസിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഒരു സബ്സ്പേസ്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ദ വെക്ടർ സ്പേസ് R2 ഈസ് നോട്ട് എ സബ്സ്പേസ് ഓഫ് R3. നമുക്കറിയാം ഈ R3യും R2 ഒക്കെ എന്താണ്? വെക്ടർ സ്പേസുകൾ. നമുക്കറിയാം ഈ R3 എന്ന് പറഞ്ഞാൽ എന്താണ്? R3 എന്ന് പറഞ്ഞാൽ R ക്രോസ് R ആണ്. ഓക്കെ, നമുക്കറിയാം R2 എന്ന് പറഞ്ഞാൽ എന്താണ്? R2 എന്ന് പറഞ്ഞാൽ R ക്രോസ് R ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് R3യും R2 ഒക്കെ എന്താണ്? വെക്ടർ സ്പേസുകളാണ്. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്നത് R3യുടെ ഒരു സബ്സ്പേസ് അല്ല ആര്? R2. ഇനി എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുക? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കറിയാം വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് ആവാൻ നമ്മൾ ആദ്യം എന്താ വേണ്ടത്? വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് എടുക്കുക. ഒരു സബ്സെറ്റ് H എടുക്കുക. ഈ സബ്സെറ്റ് മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് H എടുക്കുക. ആ സബ്സെറ്റ് നമ്മൾ പറഞ്ഞു ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ഈ H ഒരു വിന്റെ ഒരു സബ്സ്പേസ് ആണെന്ന് പറയാം. പക്ഷെ നോക്കൂ, R3യുടെ ഒരു സബ്സെറ്റ് പോലും അല്ല R2. ആദ്യം സബ്സെറ്റ് ആവണം. സബ്സെറ്റ് മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ R3യുടെ സബ്സെറ്റ് അല്ല R2. ഓക്കെ, അപ്പൊ സബ്സെറ്റ് ആയിട്ട് മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ സബ്സ്പേസ് ആവും. ഇവിടെ R3യുടെ സബ്സെറ്റ് പോലും അല്ല R2. അപ്പൊ നമുക്ക് എന്ത് പറയാം? R3യുടെ സബ്സ്പേസ് ആവില്ല. ആര്? R2. അതിന്റെ റീസൺ എന്താണ്? നമുക്കറിയാം R3യിലുള്ള എലമെന്റ്സ് മൂന്ന് എലമെന്റിന്റെ രൂപത്തിലായിരിക്കും ആരുണ്ടായിരിക്കുക? R3യിലെ ഒരു എലമെന്റ്, ഒരു മെമ്പർ ഉണ്ടായിരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ R3യിലുള്ള ഒരു എലമെന്റിന്റെ ഫോം എങ്ങനെയായിരിക്കും? നോക്കുക, R3യിലുള്ള എലമെന്റിന്റെ ഫോം ഒരു XYZ ഫോമിലായിരിക്കും. കാരണം എന്താണ്? R3 എന്ന് പറഞ്ഞാൽ എന്താണ്? R ക്രോസ് R ആണ്. അപ്പോ ഓർഡേർഡ് ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു XYZ രൂപത്തിലുള്ള എലമെന്റ് ആയിരിക്കും R3യിലെ ഒരു എലമെന്റ്. ഇത് നോക്കൂ, R2യിലുള്ള എലമെന്റിന്റെ പ്രത്യേകത എന്താ? R2യിലുള്ള എലമെന്റിന്റെ പ്രത്യേകത അവിടെ R ക്രോസ് R ആണ് R2. അപ്പോ ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കും അവിടുത്തെ എലമെന്റ്. നോക്കൂ, ഇതിന്റെ സബ്സെറ്റ് ആണ് ഇത് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇതിന്റെ സബ്സെറ്റ് ആണ് ഇതെന്ന് പറയണമെങ്കിൽ ഇവിടെ മൂന്ന് എലമെന്റ് ഉണ്ടെങ്കിൽ മൂന്ന് ഓർഡേർഡ് ട്രിപ്ലറ്റ് ആണെങ്കിൽ ഇവിടെയും ഓർഡേർഡ് ട്രിപ്ലറ്റ് ആവണം. ഇവിടെ ഓർഡേർഡ് പെയർ ആണ്, രണ്ടെണ്ണേ ഉള്ളൂ. ഇവിടെ മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ ഇതിന്റെ സബ്സെറ്റ് അല്ല ആര്? ഇത് എന്ന് പറഞ്ഞാൽ R3ന്റെ സബ്സെറ്റ് അല്ല R2. ഇപ്പൊ സബ്സെറ്റ് പോലും അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? R3ന്റെ സബ്സ്പേസ് അല്ല ആര്? R2. ഓക്കെ, നോക്കൂ, അതിന് റീസൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. The vectors in R3 all have 3 entries. R3യിലെ വെക്ടേഴ്സിന് 3 എൻട്രീസ് ഉണ്ടായിരിക്കും. എൻട്രീസ് എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സ്. നോക്കുക, ഇവിടെ XYZ അങ്ങനത്തെ 3 ആൾക്കാരുണ്ടായിരിക്കും R3യിലെ ഒരു വെക്ടർ. Whereas the vectors in R2 have only 2. R2യിലെ വെക്ടേഴ്സ് ആണെങ്കിൽ ഇവിടെ 2 എൻട്രീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് പറയാം? R3ന്റെ സബ്സെറ്റ് അല്ല ആര്? R2. ഓക്കെ, അതുകൊണ്ട് സബ്സ്പേസും അല്ല. ഇനി ഞാൻ വേറൊരു സെറ്റ് ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, നോക്കൂ, ദ സെറ്റ് H equal to set of all S T0. S and T are real. നോക്കൂ, ഈ H എന്നുള്ള സെറ്റിലുള്ള എലമെന്റ്സ് എന്താണ്?
അതൊരു ഓർഡേർഡ് ട്രിപ്ലെറ്റ് ആണ്. ഈ ST0 എനിക്ക് ഇങ്ങനെ എഴുതാം, S,T,0 എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പൊ Hലുള്ള ആൾക്കാർ ഈ രൂപത്തിലുള്ള ആൾക്കാരാണ് ആര്? H എന്നുള്ള സെറ്റിലുള്ള ആൾക്കാർ. ഇവിടെ S ഉം T ഉം റിയൽ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 0 എന്താണ്? റിയൽ നമ്പർ ആണ്. അപ്പൊ S ഉം T ഉം 0 ഉം റിയൽ ആണെങ്കിൽ നോക്കൂ, ഈ S ഉം T ഉം 0 ഉം എവിടെന്നാ വരുന്നത്? റിയൽ നമ്പേഴ്സ് എന്നാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രിപ്ലെറ്റ്, ഈ ഒരു ഓർഡേർഡ് ട്രിപ്ലെറ്റ്, ഓക്കെ, ഇത് എവിടെ നിന്നായിരിക്കും വരിക? S വരുന്നത് റിയൽ നമ്പേഴ്സ് എന്നാണ്, T വരുന്നത് റിയൽ നമ്പേഴ്സ് എന്നാണ്, 0 എന്തായാലും റിയൽ നമ്പർ ആണ്. അപ്പൊ ഈ എലമെന്റ് ST0 പോലത്തെ എലമെന്റ്സ് എവിടെ നിന്നായിരിക്കും വരുന്നത്? R ക്രോസ് R എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ R3 ഒരു മെമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ R3 ഒരു മെമ്പർ ആണല്ലോ ST0. R3 ന്റെ പ്രത്യേകത എന്താ? R3 മെമ്പേഴ്സിന്റെ പ്രത്യേകത ഏതൊക്കെ രൂപത്തിൽ XYZ ഉണ്ടോ അതെല്ലാം R3 മെമ്പർ ആണ്. അപ്പൊ നോക്കൂ, ഈ ST0 XYZ പോലത്തെ ഒരു മെമ്പർ ആണ് ST0. അപ്പൊ ഈ ST0 എന്തിൽ വരും? XYZ പോലത്തെ ഒരു മെമ്പർ ആണ്. അപ്പൊ ഈ ST0 എവിടെ വരും? R3 വരും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഏത് ST0 പോലത്തെ എലമെന്റ്സ് എടുത്താലും, ഓക്കെ, അപ്പൊ S നും T ക്കും എനിക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കും. അപ്പൊ S ന് ഞാൻ 1 ഉം കൊടുത്തു, T ക്ക് ഞാൻ ഒരു 2 ഉം കൊടുത്തു. അപ്പൊ നോക്കൂ, ഈ ST0 എങ്ങനെയായിരിക്കും വരിക? S ന് ഞാൻ 1 കൊടുത്തു, T ക്ക് ഞാൻ 2 കൊടുത്തു, ഇവിടെ 0 ഉണ്ട്, 1 2 0. ഇത് XYZ പോലത്തെ ഒരു നമ്പർ ആണ്, ഒരു ട്രിപ്ലെറ്റ് ആണ്. അപ്പൊ അത് എവിടെ ഉണ്ടായിരിക്കും? 1 2 0 R3 ഉണ്ട്. അപ്പൊ നമ്മൾ H ന്ന് ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും, ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ആ എലമെന്റ് എവിടെ ഉണ്ടായിരിക്കും? R3 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം ധൈര്യമായിട്ട്? H is a subset of R3. കാരണം എന്താണ്? ഇതില് ഓർഡേർഡ് ട്രിപ്ലെറ്റ് ആണുള്ളത്. അപ്പൊ അത് R3 ന്റെ സബ്സെറ്റ് ആയിരിക്കും ആര്? H. നമുക്ക് സംശയമൊന്നുമില്ല. ഇനി നോക്കൂ, that looks and acts like R2. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത നോക്കൂ, ഫസ്റ്റ് രണ്ട് എലമെന്റ് നമുക്ക് എന്തും കൊടുക്കാം, S ഉം T ഉം എന്ത് വാല്യൂ കൊടുക്കാം. പക്ഷെ മൂന്നാമത്തെ എലമെന്റ് എപ്പോഴും ഫിക്സഡ് ആണ്, 0 ആണ്. അപ്പൊ മൂന്നാമത്തെ എലമെന്റിന് അവിടെ വലിയ പ്രത്യേകത, വലിയ പ്രസക്തി ഇല്ല, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ആർക്കാണ് ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്? S നും T ക്കും ആണ്. കാരണം എന്താ? S ഉം T ക്കും നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഈ 0നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നോക്കൂ, ഇങ്ങനെ രണ്ട് എലമെന്റ്സിന് മാത്രം പ്രത്യേകത ഉണ്ടെങ്കിൽ നോക്കൂ, അത് ഏകദേശം എന്ത് രൂപത്തിലാണ് വർക്ക് ചെയ്യാം? R2 നെ പോലെ അല്ല ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം R2 ല് രണ്ട് എലമെന്റ്സ് രൂപത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കാണാന് നോക്കിയാൽ എന്താണ്, ഇവിടെ മാത്രമേ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പൊ അത് കാണുമ്പോഴും അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? R2 നെ പോലെയാണ്. Although it is logically distinct from R2. പക്ഷെ ഇത് എന്തല്ല? R2 അല്ല. R2 ന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? R3 ന്റെ ഒരു സബ്സെറ്റ് ആണ് ആര്? H. ഇനി ഈ സെറ്റ് ഒരു സബ്സ്പേസും ആയിരിക്കും R3 ന്റെ. ഓക്കെ, ഇനി നോക്കൂ, show that H is a subspace of R3. R3 എന്നുള്ള വെക്റ്റർ സ്പേസിന്റെ ഒരു സബ്സ്പേസ് ആണ് ഈ H എന്ന് നമുക്ക് കാണിക്കണം. നമ്മൾ കാണിച്ചു ഇവിടെ H എന്നുള്ള സെറ്റിലെ എല്ലാ ആൾക്കാരും എവിടെ ഉണ്ട്? ഇത് ഓർഡേർഡ് ട്രിപ്ലെറ്റ് ആയതുകൊണ്ട് അത് എവിടെ ഉണ്ട്? ഈ H ഉള്ള എല്ലാ ആൾക്കാരും എവിടെ ഉണ്ട്? R3 ഉണ്ട്. അപ്പൊ H is a subset of R3 നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. H is a subset of R3. അപ്പൊ നമ്മൾക്ക് ഇത് എടുത്തെഴുതാം. ഓക്കെ, H is a subset of R3. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? R3 ന്റെ സബ്സെറ്റ് ആണ് H എന്ന് കിട്ടി. ഇനി നോക്കൂ, ഇങ്ങനത്തെ സബ്സെറ്റ് 3 കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. നോക്കൂ, നമുക്കറിയാം, നോക്കൂതാ, ഈ H ല് ആര് വേണം? ആദ്യം 0 വെക്ടർ വേണം. നമുക്കറിയാം സബ്സ്പേസ് ആവാന് ഈ H ല് ആര് വേണം? 0 വെക്ടർ വേണം. V ലുള്ള 0 വെക്ടർ എവിടെയും വേണം? H ല് വേണം. ഓക്കെ, നമ്മളെ ഇവിടുത്തെ V ആരാണ്? ഇവിടുത്തെ V എന്നുള്ളത് R3 ആണ്. ഓക്കെ, H ഇതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ H ല് നോക്കൂ, R3 ലെ 0 വെക്ടർ ആരാന്ന് നോക്കാം. ഓക്കെ, R3 ലെ 0 വെക്ടർ ആരാണ്? 0 0 0 ആണല്ലോ. ഈ വെക്ടർ എവിടെ ഉണ്ട്? H ൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. നോക്കൂ, ഞാൻ S നും T ക്കും 0 കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? put S equal to T equal to 0. S നും T ക്കും നമ്മൾ 0 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ എലമെന്റ്സിന്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും? then ST0. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഈ കോളം രൂപത്തിൽ എഴുതാം. ഓക്കെ, ഇതിന് ഈ കോളം രൂപത്തിൽ നേരെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ST0 എന്താ നമുക്ക് കിട്ടുക? നോക്കൂ, S നും T ക്കും നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. അപ്പൊ 0 0, പിന്നെ ഈ ലാസ്റ്റ് എലമെന്റ് എപ്പോഴും 0 ആണ്. അപ്പൊ നോക്കൂ, നമുക്ക് 0 0 0 എന്നുള്ള എലമെന്റ് കിട്ടി.
സീറോ വെക്ടർ ഏതാണ്? R3 സീറോ വെക്ടർ ഏതാണ്? 0 0 0 ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഞാനിവിടെ എസിനും ഡിക്കും നമുക്ക് എന്തും കൊടുക്കാം, എന്ത് റിയൽ നമ്പറും കൊടുക്കാം. അപ്പൊ എസിനും ഡിക്കും ഞാൻ ഇവിടെ എന്താ കൊടുത്തത്? 0 എന്നുള്ള റിയൽ നമ്പർ കൊടുത്തു. എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു? അവിടെ 0 എന്നുള്ള റിയൽ നമ്പർ കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ST0 എന്താണ്? 0 0 0 ആണെന്ന് കിട്ടി. ഇത് എവിടെ ഉണ്ട്? ഈ എലമെന്റ് എവിടെ ഉണ്ട്? 0 0 0 എവിടെ ഉണ്ട്? എച്ചിലുണ്ട്. ഓക്കെ, അപ്പൊ എച്ചിൽ എന്തുണ്ടെന്ന് കിട്ടി? സീറോ വെക്ടർ ഉണ്ടെന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ശരിയാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? H is closed under vector addition. എച്ചിലുള്ള രണ്ട് ആൾക്കാരെ എടുത്തിട്ട് ആഡ് ചെയ്താൽ വീണ്ടും എച്ചിലുള്ള ആൾ കിട്ടണം. അപ്പൊ നോക്കൂ, H എന്ന് രണ്ട് എലമെന്റ്സിന് എടുക്കാം. ഞാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ ഒരു എലമെന്റ് ഈ ഫോമിലാണല്ലോ, ST0. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? ഇതിന് പേര് കൊടുക്കുകയാണ്. അപ്പൊ U എന്ന് പേര് കൊടുക്കാം. ലെറ്റ് U ഈക്വൽ ടു, ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ ആളാണെന്ന് മനസ്സിലാവാൻ വേണ്ടി S1 T1 0 എന്ന് പേര് കൊടുത്തു. ഓക്കെ, ആൻഡ് V ഈക്വൽ ടു S2 T2 0. നോക്കൂ, രണ്ട് എലമെന്റ്സ് എന്തും കൊടുക്കാം, മൂന്നാമത്തെ എലമെന്റ് 0 ആയിരിക്കണം. അങ്ങനത്തെ എലമെന്റ്സ് ആണ് എവിടെ ഉള്ളത്? എച്ചിലുള്ളത്. ആദ്യത്തെ രണ്ട് എലമെന്റ്സ് എന്തും കൊടുക്കാം, മൂന്നാമത്തെ എലമെന്റ് നിർബന്ധമായിട്ടും 0 ആണ്. അങ്ങനത്തെ രണ്ട് എലമെന്റ്സ് അല്ലേ ഇത് രണ്ടും. അപ്പൊ ഈ യുവും വി എവിടെ ഉണ്ട്? എച്ചിലുണ്ട്. ഓക്കെ, then u and v belongs to H. u v എവിടെ ഉണ്ട്? എച്ചിലുണ്ട്. ഇനി നോക്കൂ, u plus v എച്ചിലുണ്ടോ നോക്കാം. കാരണം എന്താണ്? ഈ യുവും വിയും, അതായത് എച്ചിലുള്ള രണ്ട് എലമെന്റ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന എലമെന്റ് വീണ്ടും എച്ചിലുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, u plus v എന്തായിരിക്കും? u plus v എന്ന് പറഞ്ഞാൽ നോക്കൂ, u എലമെന്റ് ഏതാണ്? S1 T1 0. ഓക്കെ, പ്ലസ് v ഏതാണ്? S2 T2 0. നോക്കൂ, ഈ എലമെന്റ്സ് ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? S1 plus S2. ഓക്കെ, ഫസ്റ്റത്തെ എലമെന്റ്സ് ആഡ് ചെയ്യുക, S1 plus S2. രണ്ടാമത്തെ എലമെന്റ്സ് ആഡ് ചെയ്യുക, T1 plus T2. ഓക്കെ, T1 plus T2. പിന്നെ 0 plus 0 എന്താണ്? നമുക്കറിയാം 0 ആണ്. നോക്കൂ, ഈ എലമെന്റിന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ഒരു എലമെന്റ്, സെക്കൻഡ് ഒരു എലമെന്റ്, തേർഡ് 0. അങ്ങനത്തെ ടൈപ്പ് എലമെന്റ്സ് എവിടെ ഉണ്ടായിരിക്കുക? ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ് 0. അങ്ങനത്തെ എലമെന്റ്സ് എച്ചിൽ ഉണ്ടാവും. അപ്പൊ നോക്കൂ, ഈ എലമെന്റ് എവിടെ ഉണ്ടാവും? ഈ എലമെന്റ് എച്ചിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ യുവും വിയും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എലമെന്റ് എവിടെ ഉണ്ട്? എച്ചിലുണ്ട്. അപ്പൊ അഡീഷണൽ എന്താണ്? നമ്മളെ എച്ച് ക്ലോസ്ഡ് ആണ്, നമുക്ക് മനസ്സിലായി. ഇനി സബ്സ്പേസ് ആവാൻ വേണ്ട മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണോ നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? let C be a scalar. Okay, C നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്കേലർ ആയിട്ട് എടുക്കുക, ഒരു നമ്പർ ആണ് C. ഓക്കെ, ആൻഡ് ലെറ്റ് ഒരു U എന്നുള്ള ഒരു വെക്ടർ നമ്മൾ എടുക്കുക, ST0. ഇത് എവിടുത്തെ എലമെന്റ് ആണ്? എച്ചിലത്തെ എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എച്ചിലത്തെ ഒരു എലമെന്റ് U എടുത്തു, ഒരു C എന്നുള്ള നമ്പർ എടുത്തു. ഇനി C into U എവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി, എച്ചിലുണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? C into U ചെയ്യാം. അപ്പോൾ C into U എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? C into U എന്താണ്? ST0. നോക്കൂ, നമ്മളൊരു നമ്പറിനെ എങ്ങനെയാണ് ഈ വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഓരോ എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ C into S എന്താണ്? CS എന്ന് കിട്ടും. ഓക്കെ, CS. C into T എന്ന് പറയുമ്പോൾ C into T. C into 0 എന്തായിരിക്കും? 0. ഇപ്പൊ നോക്കൂ, ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ് 0. ഇങ്ങനെ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ് 0 ആണ്. ആ എലമെന്റ് എവിടെ ഉണ്ടാവും? ആ നമ്പർ എച്ചിൽ ഉണ്ടാവും. അപ്പൊ ഈ ഒരു എലമെന്റ് എവിടെ ഉണ്ടാവും? എച്ചിലുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? C into U ചെയ്താലും എച്ചിലുണ്ട്. അപ്പൊ C നമ്പർ എടുത്തു, U H എന്ന് എടുത്തു കഴിഞ്ഞാൽ C into U ചെയ്താലും എച്ചിലുണ്ട്. അപ്പൊ നോക്കൂ, 0 വെക്ടർ എവിടെ ഉണ്ട്? എച്ചിലുണ്ട്. അഡീഷനില് എച്ചിലുള്ള രണ്ട് എലമെന്റ്സ് യുവും വി എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ വീണ്ടും എച്ചിലുണ്ട്. ഓക്കെ, ഈ U plus V ചെയ്താൽ എച്ചിലുണ്ട്. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ C into U ചെയ്താൽ എച്ചിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് H നമ്മളെ സബ്സ്പേസ് ആവാൻ വേണ്ട എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. സോ നമുക്ക് എന്ത് പറയാം? H is a subspace of R3. Okay, therefore H is a subspace of R3 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു പുതിയ ഡെഫിനിഷൻ ആണ്. എ സബ്സ്പേസ് സ്പാൻഡ് ബൈ എ സെറ്റ്. ഒരു സെറ്റ് സ്പാൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന സബ്സ്പേസ്. നമുക്ക് ആദ്യം എന്താണ് ഒരു പുതിയ ഡെഫിനിഷൻ പഠിക്കാം.
ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ, എന്താണ് ലീനിയർ കോമ്പിനേഷൻ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. The term linear combination refers to any sum of scalar multiplication of vectors. Okay, വെക്ടേഴ്സിന്റെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയാ? ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറച്ച് വെക്ടേഴ്സ് ഉണ്ട്. v1 v2 എക്സെട്ര vp എന്നുള്ള കുറച്ച് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നോക്കൂ, ഇത് എത്ര വെക്ടേഴ്സ് ഉണ്ട്? 1 2 3 എക്സെട്ര p നമ്പർ ഓഫ് വെക്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈ വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? കുറെ നമ്പേഴ്സ് എടുക്കാം. ആ നമ്പേഴ്സിനൊക്കെ ഈ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യാം. അപ്പൊ നോക്കൂ, ഞാൻ ആദ്യത്തെ വെക്ടറിനെ ഒരു c1 എന്നുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. c1 into v1. ഓക്കെ, എന്നിട്ട് പ്ലസ് ഇടാണ്. പിന്നെ c2 എന്നുള്ള ഒരു നമ്പർ എടുത്തു, അതിനെ v2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ്. ഇങ്ങനെ ഓരോ എലമെന്റ് എടുത്ത് ഒരു നമ്പർ എടുത്തിട്ട് ആ വേറൊരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ലാസ്റ്റ് ഒരു cp എന്നുള്ള ഒരു നമ്പർ എടുത്തു, അതിനെ vp എന്നുള്ള വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? കുറെ വെക്ടേഴ്സിനെ കുറെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്തു. അതാണ് എന്തിന്റെ മീനിങ്? സം ഓഫ് സ്കേലാർ മൾട്ടിപ്പിൾസ്. സ്കേലാർ മൾട്ടിപ്പിൾസിന്റെ സമ്മ്. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു സമ്മിനെയാണ് നമ്മൾ എന്ത് പറയാ? ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത്രയും വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ഓക്കെ, ഇത് നമുക്ക് മറ്റൊരു ടേം ഡിസ്കസ് ചെയ്യാനുണ്ട്. സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vp. അതിന്റെ മീനിങ് എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vp denotes the set of all vectors that can be written as linear combinations of v1 v2 എക്സെട്ര vp. നോക്കൂ, ഈ v1 v2 എക്സെട്ര vp എന്നുള്ള ഈ വെക്ടേഴ്സിന്റെ ഒക്കെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന വെക്ടേഴ്സ് ഏതൊക്കെ ഉണ്ടോ ആ മൊത്തം വെക്ടേഴ്സിന്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയാം? സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vp എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ സെറ്റ്, അതായത് v1 v2 എക്സെട്ര vp എന്നുള്ള വെക്ടേഴ്സിന്റെ സെറ്റ് എടുക്കുക, അതിന്റെ പല തരത്തിലുള്ള ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. ഓക്കെ, പല തരത്തിലുള്ള ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. ആ പല തരത്തിലുള്ള ലീനിയർ കോമ്പിനേഷൻ നമ്മൾ ഒറ്റ സെറ്റ് ആക്കി മാറ്റി വെക്കുക. ആ സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ വെക്ടേഴ്സിന്റെ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vp എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? set of all vectors that can be written as a linear combination of v1 v2 എക്സെട്ര vp. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. given v1 and v2 in a vector space v. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ആ വെക്ടർ സ്പേസിലെ രണ്ട് വെക്ടേഴ്സ് v1 ഉം v2 ഉം തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, നമ്മൾ എന്താണ് ഒരു സെറ്റ് എടുക്കുകയാണ് h. ന്റെ പ്രത്യേകത എന്താണ്? h ഈക്വൽ ടു സ്പാൻ ഓഫ് v1 v2. ഈ v1 v2 ന്റെ സ്പാൻ ആണ് ആര്? h എന്ന് പറഞ്ഞാൽ v1 v2 എന്നുള്ള വെക്ടേഴ്സ് കൊണ്ട് പല തരത്തിലുള്ള ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. ഓക്കെ, അതായത് v1 v2 എന്നുള്ള വെക്ടേഴ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലീനിയർ കോമ്പിനേഷൻ മൊത്തത്തിൽ എടുക്കുക. ആ ലീനിയർ കോമ്പിനേഷന്റെ കളക്ഷൻ ആണ് എന്ത്? h. ഓക്കെ, എന്ന് പറഞ്ഞാൽ h ഈക്വൽ ടു സ്പാൻ ഓഫ് v1 v2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഷോ ദാറ്റ് h ഈസ് എ സബ്സ്പേസ് ഓഫ് v. ഈ h എന്തായിരിക്കും? v ന്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വെക്ടേഴ്സിന്റെ സ്പാൻ v1 v2 ന്റെ സ്പാൻ എടുത്താൽ അത് ആരായിരിക്കും? ഒരു സബ്സ്പേസ് ആയിരിക്കും. അപ്പോൾ ഒരു സെറ്റിന്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? v എന്നുള്ള വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് ആയിരിക്കും എന്ന് കാണിക്കണം. ഓക്കെ, നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും നോക്കാം. നമുക്ക് നോക്കൂ, ദ സീറോ വെക്ടർ ഈസ് ഇൻ h. നമ്മൾ ആദ്യം കാണിക്കേണ്ടത് സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ കാണിക്കേണ്ടത്? സീറോ വെക്ടർ എന്തിലുണ്ട്? h ലുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, ഇവിടെ വെക്ടർ സ്പേസ് v ആണ്. വെക്ടർ സ്പേസ് v ആണ്. v യുടെ സബ്സെറ്റ് ആണ് ആര്? h. ഓക്കെ, ഈ h സബ്സെറ്റ് ആണ്. സബ്സെറ്റ് സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് സീറോ വെക്ടർ h ലുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, സീറോ വെക്ടർ h ലുണ്ടെന്ന് കാണിക്കാൻ മീനിങ് എന്താ? സീറോ വെക്ടർ v1 v2 ന്റെ സ്പാനിൽ ഉണ്ടെന്ന് കാണിക്കണം. നോക്കൂ, നമുക്ക് അതെങ്ങനെ പറയാൻ പറ്റുക? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീറോ വെക്ടർ ഈസ് ഇൻ h. സീറോ വെക്ടർ h ലുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ സീറോ വെക്ടർ എവിടെ ഉണ്ടായിരിക്കും? h ലുണ്ടെന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് v1 v2. v1 v2 ന്റെ സ്പാനിൽ ഉണ്ടായിരിക്കും. v1 v2 ന്റെ സ്പാനിൽ എങ്ങനെയാ സീറോ ഉണ്ടാവുക? സീറോ വെക്ടർ ഉണ്ടാവുക? നോക്കൂ, ഈ സീറോനെ എനിക്ക് എങ്ങനെ എഴുതാം? സീറോനെ ഞാൻ ഇങ്ങനെ എഴുതിയതാണ്. സീറോ ഈക്വൽ ടു സീറോ ഇൻറ്റു v1 പ്ലസ് സീറോ ഇൻറ്റു v2. നോക്കൂ, സീറോ ഇൻറ്റു v1 എന്താണ്? സീറോ ആണ്. പ്ലസ് സീറോ ഇൻറ്റു v2 എന്താണ്? സീറോ ആണ്. സീറോ പ്ലസ് സീറോ ആഡ് ചെയ്താൽ സീറോ ആണ്.
അപ്പൊ ഈ സീറോനെ എനിക്ക് എങ്ങനെ എഴുതാം? 0 into v1 plus 0 into v2 എന്ന് എഴുതാം. ഇപ്പൊ നോക്കൂ, ഈ v1 v2 ന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ആര്? 0 v1 plus 0 v2. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് v1 v2 എന്നുള്ള രണ്ട് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ v1 v2 ന്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണ്? c1 v1 plus c2 v2 ആണ്. ഓക്കെ, അപ്പൊ v1 v2 ന്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണ്? c1 v1 plus c2 v2 ആണ്. ഈ c1 ഉം c2 എന്തെങ്കിലും നമ്പേഴ്സ് ആണ്, സ്കേലാർ ആണ്. എനിക്ക് അവിടെ ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു? c1 നും c2 നും പകരം 0 0 കൊടുത്തു. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ 0 ആവും, ഇവിടെ 0 ആവും. അപ്പൊ 0 v1 plus 0 v2 അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഈ 0 v1 plus 0 v2 ആരാണ്? 0 ആണ്. അപ്പൊ 0 നെ എനിക്ക് എങ്ങനെ എഴുതാം? v1 ന്റെ v2 ന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്ന മീനിങ് എന്താണ്? 0 വെക്ടർ എവിടെ ഉണ്ട്? സ്പാനിൽ ഉണ്ടെന്ന മീനിങ്. ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റിയാൽ ഈ വെക്ടേഴ്സിന്റെ സ്പാനിലുണ്ട്. അപ്പൊ 0 വെക്ടർ എന്തിലുണ്ട്? സ്പാനിലുണ്ട് എന്ന് പറഞ്ഞാൽ എച്ചിലുണ്ടെന്ന് മനസ്സിലായി. ഇനി നോക്കൂ, to show that H is a closed under vector addition. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? രണ്ടാമത്തെ പ്രോപ്പർട്ടി, സബ്സ്പേസ് ആവുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? വെക്ടർ അഡീഷനിൽ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് ആർബിട്രറി വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സ് എടുക്കാം. ടേക്ക് ടു ആർബിട്രറി വെക്ടേഴ്സ് ഇൻ എച്ച് എന്ന് രണ്ട് വെക്ടേഴ്സ് എടുക്കുക. ഓക്കെ, ഒന്നിനെ u എന്നും വിളിക്കുക, ഒന്നിനെ w എന്നും വിളിക്കുക. ഈ u ഉം w കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വെക്ടർ വീണ്ടും എവിടെ തന്നെ വേണം? എച്ചിൽ തന്നെ വേണം. അപ്പൊ നോക്കൂ, u നെ ഞാൻ എടുത്തു. ഓക്കെ, u ന്ന് ഒരു h എന്ന് ഒരു വെക്ടർ u എടുത്തു കഴിഞ്ഞാൽ ഈ എച്ചിലുള്ള വെക്ടേഴ്സിന്റെ പ്രത്യേകത എന്താ? അത് v1 v2 ന്റെ സ്പാൻ ആണ്. അപ്പൊ h എന്ന് u എടുത്തു കഴിഞ്ഞാൽ ആ u നെ എച്ചിലുള്ള വെക്ടേഴ്സിന്റെ എച്ചിന്റെ സ്പാനിലുള്ള ആൾക്കാരുടെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ h എന്ന് u എടുത്തു കഴിഞ്ഞാൽ ഈ എച്ചിലുള്ള u നെ എങ്ങനെ എഴുതാൻ പറ്റും? v1 v2 ന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം, ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അപ്പൊ u നെ എങ്ങനെ എഴുതാം? v1 v2 ന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അപ്പൊ ഞാൻ എങ്ങനെ എഴുതുന്നത്? ഒരു എക്സാമ്പിൾ ആയിട്ട് s1 v1 plus s2 v2 എന്ന് എടുത്തു. ഇതേപോലെ എച്ചിലുള്ള വേറൊരു വെക്ടർ ആണ് w. എച്ചിലുള്ള അടുത്ത വെക്ടർ w നെ എനിക്ക് എങ്ങനെ എഴുതാം? h എന്താണ്? v1 v2 ന്റെ സ്പാൻ ആയതുകൊണ്ട് എച്ചിലുള്ള w നെ എങ്ങനെ എഴുതാം? ഈ v1 v2 ന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അപ്പൊ w നെ ഒരു t1 v1 plus t2 v2 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ w നെ എങ്ങനെ എഴുതി? t1 v1 plus t2 v2 എന്ന് എഴുതി. ഇനി നമുക്ക് നമ്മൾ ഇത് എങ്ങനെ ആഡ് ചെയ്യാം? u എന്നുള്ള എലമെന്റ് ഇവിടെ എഴുതി, w എന്നുള്ള എലമെന്റ് ഇവിടെ എഴുതി. നോക്കൂ, നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ s1 v1 ഉണ്ട്, t1 v1 ഉണ്ട്. അപ്പൊ v1 ന്റെ ടേം ഒരുമിച്ച് വെക്കുക. നമുക്ക് s1 v1 ഉണ്ട് പ്ലസ് t1 v1 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ രണ്ടിലും v1 കോമൺ ആണ്. അപ്പൊ v1 നെ പുറത്ത് വെച്ചിട്ട് s1 പ്ലസ് t1 എന്ന് എഴുതിയാൽ മതി. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. v1 പുറത്ത് വെച്ചു, s1 പ്ലസ് t1 എന്ന് എഴുതി. ഇനി നോക്കൂ, s2 v2 പ്ലസ് t2 v2 ഉണ്ട്. അത് തമ്മിൽ ആഡ് ചെയ്യാം. കാരണം എന്താ? രണ്ടിലും v2 ഉണ്ട്. അപ്പോൾ രണ്ടിലും v2 ഉള്ളതുകൊണ്ട് v2 നെ പുറത്ത് വെക്കുക, എന്നിട്ട് ആര് ആഡ് ചെയ്യുക? s2 ഉം t2 ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ v2 നെ പുറത്ത് വെച്ചു, ഇവിടുത്തെ s2 ഉം t2 ഉം കൂടെ ആഡ് ചെയ്തു. അപ്പൊ u ഉം w ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു വെക്ടർ കിട്ടി, ഈ ഒരു പുതിയ വെക്ടർ കിട്ടി. ഈ u പ്ലസ് w ന്റെ പ്രത്യേകത നിങ്ങൾ നോക്കൂ. u പ്ലസ് w ന്റെ പ്രത്യേകത എന്താണ്? അത് v1 ന്റെയും v2 ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആണ്. കാരണം എന്താ? ഒരു നമ്പർ s1 പ്ലസ് t1 എന്ന ഒരു നമ്പർ ആണ്. ആ നമ്പർ ഇൻറ്റു v1 പ്ലസ് s2 പ്ലസ് t2 എന്ന് പറയുമ്പോൾ വേറൊരു നമ്പർ ഇൻറ്റു v2. ഓക്കെ, ഒരു നമ്പർ ഇൻറ്റു v1 പ്ലസ് മറ്റൊരു നമ്പർ ഇൻറ്റു v2. ഇങ്ങനെ ഈ ഫോമിൽ വന്നാൽ മീനിങ് എന്താണ്? ഈ ഫോമിൽ വന്നാൽ ഒരു നമ്പർ ഇൻറ്റു v1 പ്ലസ് മറ്റൊരു നമ്പർ ഇൻറ്റു v2 അല്ലെ? ഒരു നമ്പർ ഇൻറ്റു v1 പ്ലസ് മറ്റൊരു നമ്പർ ഇൻറ്റു v2 ഫോമിൽ വന്നാൽ ആ സാധനം, ആ u w ഒക്കെ എവിടെ ഉണ്ട്? എച്ചിലുണ്ട്. അപ്പൊ നോക്കൂ, u പ്ലസ് w നമുക്ക് കിട്ടിയത് ഈ ഫോമിലാണ്. അപ്പൊ ഈ ഫോമിൽ വന്നാൽ ഓക്കെ, ഒരു നമ്പറിന്റെ v1 പ്ലസ് മറ്റൊരു നമ്പറിന്റെ v2 ഫോമിൽ വന്നാൽ ആ വെക്ടർ, അതായത് u പ്ലസ് w എവിടെ ഉണ്ട്? എച്ചിലുണ്ട്. അപ്പൊ എവിടെ ഉണ്ട്? സ്പാനിലുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? u പ്ലസ് w ഈസ് ഇൻ h എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഓക്കെ, വെക്ടർ അഡീഷനിൽ എന്താണ്? ക്ലോസ്ഡ് ആണ്. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണോ നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സ്കേലാർ c എടുക്കാം. ഓക്കെ, ഇഫ് c is any scalar, c എന്നുള്ള ഒരു നമ്പർ സ്കേലാർ നമ്മൾ എടുക്കുക. then by axiom 7 and 9 നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ വെക്ടർ സ്പേസിന്റെ ആക്സിയംസിൽ 7 ഉം 9 ഉം എടുക്കാം. അപ്പൊ നോക്കൂ, c into u. ഓക്കെ, ഇപ്പൊ u എന്നുള്ളത് എവിടുത്തെ വെക്ടർ ആണ്? u എന്നുള്ളത് h ലത്തെ ഒരു വെക്ടർ ആണ്. ആ u എന്നുള്ള വെക്ടറിനെ
സി എന്നുള്ള നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സി ഇൻറ്റു യു എന്തായിരിക്കും? നോക്കൂ, സി ഇൻറ്റു യുവിൻ്റെ പ്രത്യേകത എന്താ? യു എവിടത്തെ വെക്ടറാണ്? എച്ചിലത്തെ വെക്ടറാണ്. എച്ചിലത്തെ പ്രത്യേകത എന്താ? എച്ചിലത്തെ വെക്ടറിന്റെ പ്രത്യേകത എന്താ? അത് v1 ന്റെ v2 ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? s1 v1 പ്ലസ് s2 v2 എന്ന് എഴുതാം. അപ്പൊ സി ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു s1 v1 പ്ലസ് s2 v2. നോക്കൂ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന മീനിങ് എന്താണ്? നമ്മൾ ഈ സീനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? സി എസ് വൺ വി വൺ പ്ലസ് സി എസ് ടു വി ടു. നോക്കൂ, ഇതിന്റെ ഫോം എങ്ങനെയാണ്? ഒരു നമ്പർ ഇൻറ്റു വി വൺ പ്ലസ് മറ്റൊരു നമ്പർ ഇൻറ്റു വി ടു. ഓക്കെ, അപ്പൊ ഒരു നമ്പർ ഇൻറ്റു വി വൺ പ്ലസ് മറ്റൊരു നമ്പർ ഇൻറ്റു വി ടു ഫോമിൽ വന്ന മീനിങ് എന്താണ്? ഈ വെക്ടർ സി ഇൻറ്റു യു എന്നുള്ള വെക്ടർ എവിടെ ഉണ്ട്? ഇതൊരു ലീനിയർ കോമ്പിനേഷൻ അല്ലേ? ലീനിയർ കോമ്പിനേഷൻ ആയ മീനിങ് എന്താണ്? വി വൺ വി ടുവിന്റെ സ്പാനിലുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ട്? വി വൺ വി ടുവിന്റെ സ്പാൻ ആരാണ്? എച്ച് ആണ്. അപ്പൊ എച്ചിലുണ്ട്. അപ്പൊ സി ഇൻറ്റു യു നമുക്ക് കിട്ടിയത് ഒരു നമ്പർ ഇൻറ്റു വി വൺ പ്ലസ് മറ്റൊരു നമ്പർ ഇൻറ്റു വി ടു ഫോമിലാണ്. എന്ന് പറഞ്ഞാൽ വി വണ്ണിന്റെ വി ടുവിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ആര്? സി ഇൻറ്റു യു. എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ മീനിങ് എന്താ? വി വൺ വി ടുവിന്റെ സ്പാനിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? സി ഇൻറ്റു യു എന്നുള്ളത് വി വൺ വി ടുവിന്റെ സ്പാനിലുണ്ട് എന്ന് പറഞ്ഞ മീനിങ് എച്ചിലുണ്ട്. അപ്പോൾ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ്? നമ്മളെ എച്ച് എന്നുള്ള സെറ്റ് എന്താണ്? ക്ലോസ്ഡ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? വിച്ച് ഷോസ് ദാറ്റ് സി യു ഈസ് ഇൻ എച്ച്. സി ഇൻറ്റു യു എന്നുള്ളത് എവിടെ ഉണ്ട്? വീണ്ടും എച്ചിലുണ്ട്. ഓക്കെ, കാരണം എന്താണ്? വി വൺ വി ടുവിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് സി ഇൻറ്റു യുവിനെ എഴുതാൻ പറ്റി. ഓക്കെ, എന്ന് പറഞ്ഞാൽ സ്പാൻ ഉണ്ട്, വി വൺ വി ടുവിന്റെ സ്പാനിലുണ്ട് എന്ന് പറഞ്ഞാൽ എച്ചിലുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. എച്ച് എന്താണ്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണ്. അപ്പൊ നമ്മൾ സീറോ വെക്ടർ എച്ചിലുണ്ടെന്ന് കാണിച്ചു. അഡീഷനിൽ എന്താണ്? എച്ചില് അഡീഷനിൽ ക്ലോസ്ഡ് ആണെന്ന് കാണിച്ചു. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ എച്ച് ക്ലോസ്ഡ് ആണെന്ന് കാണിച്ചു. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? എച്ച് ഈസ് എ സബ്സ്പേസ് ഓഫ് വി. വിയുടെ സബ്സ്പേസ് ആയിരിക്കും എച്ച്. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു തിയറമാണ്. തിയറം 1. ഇഫ് v1 v2 etc vp are in a vector space V, then span of v1 v2 etc vp is a subspace of V. നമ്മുടെ കയ്യിൽ കുറെ വെക്ടേഴ്സ് ഉണ്ട്. v1 v2 etc vp എന്നുള്ളതൊക്കെ എന്താണ്? ഒരു വെക്ടർ സ്പേസിലെ കുറച്ച് വെക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടേഴ്സിന്റെ ഒക്കെ സ്പാൻ എടുക്കാം. ഓക്കെ, സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെക്ടേഴ്സിന്റെ ഒക്കെ ലീനിയർ കോമ്പിനേഷൻ എടുക്കാം. ഓക്കെ, ഈ വെക്ടേഴ്സിന്റെ ഒക്കെ പലതരത്തിലുള്ള ലീനിയർ കോമ്പിനേഷന്റെ മൊത്തം കളക്ഷൻ എടുക്കുക. അതാണ് എന്ത്? സ്പാൻ ഓഫ് വി വൺ വി ടു എക്സെട്ര വി പി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിന്റെ സ്പാൻ എടുത്താൽ കിട്ടുന്ന ഒരു സെറ്റ് ഉണ്ടാവും. ഓക്കെ, ആ സ്പാൻ എടുത്താൽ കിട്ടുന്ന സെറ്റ് എന്തായിരിക്കും? ഒരു സബ്സ്പേസ് ആയിരിക്കും. വിയുടെ ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, സബ്സ്പേസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ സ്പാനിൽ എന്തുണ്ടായിരിക്കും? സീറോ വെക്ടർ ഉണ്ടായിരിക്കും. ഈ സ്പാനിലുള്ള രണ്ട് എലമെന്റ്സ് എടുത്ത് ആഡ് ചെയ്താൽ വീണ്ടും ഈ സ്പാനിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരു സ്കേലാറിനെ ഈ സ്പാനിലുള്ള ഒരു വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ആ വെക്ടർ എവിടെ ഉണ്ടാവും? സ്പാനിൽ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ സ്പാൻ എന്തായിരിക്കും? ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് തിയറത്തിന്റെ ഐഡിയ. ഇനി നോക്കൂ, വി കോൾ സ്പാൻ ഓഫ് വി വൺ വി ടു എക്സെട്ര വി പി ദ സബ്സ്പേസ് സ്പാൻഡ് ഓർ ജനറേറ്റഡ് ബൈ വി വൺ വി ടു എക്സെട്ര വി പി. ഓക്കെ, ഇപ്പൊ നോക്കൂ, നമ്മൾ ഈ വെക്ടേഴ്സിന്റെ സ്പാന് നമ്മൾ എന്താ പറയാ? വി വൺ മുതൽ വി പി വരെയുള്ള ഈ വെക്ടേഴ്സ് എടുത്തു. അതിന്റെ സ്പാന് നമ്മൾ എന്താ പറയാ? ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ വി വൺ വി ടു എക്സെട്ര വി പി. ഓക്കെ, അല്ലെങ്കിൽ ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ വി വൺ വി ടു എക്സെട്ര വി പി. വി വൺ മുതൽ വി പി വരെയുള്ള വെക്ടേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന, ഉണ്ടാക്കുന്ന സബ്സ്പേസ്. ഓക്കെ, അല്ലെങ്കിൽ ഈ വെക്ടേഴ്സ് സ്പാൻ ചെയ്തിട്ടുണ്ടാകുന്ന സബ്സ്പേസ് എന്നാണ് നമ്മൾ ആരെ പറയാം? ഈ വെക്ടേഴ്സിന്റെ സ്പാൻ നമ്മൾ പറയാം. ഓക്കെ, given any subspace H of V, a spanning or generating set for H is a set V1 V2 etc Vp in H such that H equal to span of V1 V2 etc Vp. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ആ വെക്ടർ സ്പേസിന്റെ ഒരു സബ്സ്പേസ് എച്ച് നമുക്ക് തന്നിട്ടുണ്ട്. വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് എച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, എ സ്പാനിങ് സെറ്റ് ഫോർ എച്ച്. എച്ചിന്റെ സ്പാനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എച്ചിന്റെ ജനറേറ്റിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മീനിങ് ഒരു സെറ്റ് ആണ്. ആ സെറ്റിന്റെ പ്രത്യേകത എന്താണ്? ആ സെറ്റിന്റെ സ്പാൻ എടുത്ത് ആര് കിട്ടും? എച്ച് കിട്ടും. ഓക്കെ, അപ്പോ എ സ്പാനിങ് സെറ്റ് ഫോർ എച്ച് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്?
അതൊരു സെറ്റ് ആണ്. ആ സെറ്റിന്റെ സ്പാൻ എടുത്ത് ആര് കിട്ടണം? ആ സബ്സ്പേസ് H കിട്ടണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ലെറ്റ് H be the set of all vectors of the form a minus 3b b minus a b. ഓക്കെ, എച്ചിന്റെ പ്രത്യേകത എന്താണ്? എച്ച് എന്നുള്ളത് എന്താണ്? ഒരു സെറ്റ് ആണ്. ഓക്കെ, ആ എച്ചിലുള്ള വെക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണ്? എച്ചിലുള്ള വെക്ടേഴ്സിന്റെ ഫോം ഏത് രൂപത്തിലാണ് ഉള്ളത്? a minus 3b b minus a b. ഓക്കെ, where a and b are arbitrary scalars. a b എന്തെങ്കിലും നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എക്കും ബിക്കും എന്തെങ്കിലും വാല്യൂസ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് 4 എലമെന്റ്സ് കിട്ടും. ഫസ്റ്റത്തെ എലമെന്റ് a minus 3b. ഓക്കെ, രണ്ടാമത്തെ എലമെന്റ് b minus a, മൂന്നാമത്തെ എലമെന്റ് a, നാലാമത്തെ എലമെന്റ് b. അപ്പോൾ എക്കും ബിക്കും നമ്മൾ എന്തെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 4 എലമെന്റ് ആ കിട്ടുക. ഒരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു 4 എലമെന്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നോക്കൂ, അത്തരത്തിലുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് ആര്? എച്ച്. ഓക്കെ, അപ്പൊ എക്കും ബിക്കും നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. അപ്പോൾ എക്ക് ഞാൻ 1ഉം ബിക്ക് 0യും കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നമ്പർ കിട്ടും. അപ്പൊ നോക്കൂ, എക്ക് ഞാൻ 1 കൊടുത്തു, ബിക്ക് 0 കൊടുത്താൽ എന്താ കിട്ടുക? എക്ക് 1, ബിക്ക് 0 കൊടുത്താൽ എനിക്ക് എന്താ കിട്ടുക? a minus 3b എന്ന് പറഞ്ഞാൽ 1 minus 3 into 0 എന്ന് പറഞ്ഞാൽ 1. b minus a എന്ന് പറഞ്ഞാൽ 0 minus 1 minus 1. a എന്ന് പറഞ്ഞാൽ ആരാണ്? 1. b എന്ന് പറഞ്ഞാൽ ആരാണ്? 0. നോക്കൂ, എക്ക് 1ഉം ബിക്ക് 0യും കൊടുത്താൽ 1 minus 1 1 0 കിട്ടും. ഇനി എക്കും ബിക്കും വേറെ നമ്പർ കൊടുത്താൽ നമുക്ക് വേറൊരു 4 നമ്പർ കിട്ടും. അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരം എലമെന്റ്സിന് മൊത്തം കളക്ഷൻ ആണ് ആര്? എച്ച്. അപ്പൊ എച്ചിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഈക്വൽ ടു a minus 3b b minus a b a and b in R. a b എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഇതാണ് എച്ച്. ഇനി നോക്കൂ, ഷോ ദാറ്റ് എച്ച് ഈസ് എ സബ്സ്പേസ് ഓഫ് R4. R4 എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഒരു സബ്സ്പേസ് ആണ് ആര്? എച്ച് എന്ന് നമുക്ക് കാണിക്കാം. R4 എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഒരു സബ്സ്പേസ് ആണ് ആര്? എച്ച് എന്ന് നമുക്ക് കാണിക്കണം. നോക്കൂ, R4ന്റെ സബ്സ്പേസ് ആണ് എച്ച് എന്ന് കാണിക്കാൻ നമ്മൾ എന്താ കാണിക്കേണ്ടത്? എച്ചിൽ 0 വെക്ടർ ഉണ്ട്. അതേപോലെ എച്ചിലത്തെ 2 എലമെന്റ് എടുത്ത് ആഡ് ചെയ്താൽ വീണ്ടും എച്ചിലുണ്ട്. ഒരു നമ്പറിനെ എച്ചിലുള്ള എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വെക്ടർ വീണ്ടും എച്ചിലുണ്ട്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ എന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് റൈറ്റ് ദ വെക്ടേഴ്സ് ഇൻ എച്ച് ആസ് എ കോളം വെക്ടേഴ്സ്. നമ്മൾ ഈ എച്ചിലുള്ള വെക്ടർ നമ്മൾ എന്ത് ചെയ്യാം? കോളം വെക്ടറിന്റെ ഫോമിൽ എഴുതാൻ പറ്റുമോ നോക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ, a minus 3b നമ്മൾ ആദ്യം എഴുതി, അതിന്റെ താഴെ b minus a എഴുതി, അതിന്റെ താഴെ a എഴുതി, അതിന്റെ താഴെ b എഴുതി. ഓക്കെ, ഇനി നോക്കൂ, ഇതിൽ എയും ബിയും റിയൽ നമ്പർ ആണെന്നാ പറഞ്ഞത്. എന്നാൽ എക്കും ബിക്കും എന്ത് നമ്പറും കൊടുക്കാം. റിയൽ നമ്പേഴ്സ് ഒരുപാടുണ്ടല്ലോ. എക്കും ബിക്കും ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുക്കാം. ഇനി നോക്കൂ, ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എയും ബിയും നമ്മൾ പുറത്തേക്ക് എടുക്കാം. നോക്കൂ, ഈ ഫസ്റ്റത്തതിന്ന് നമ്മൾ എനെയും ബിനെയും പുറത്തേക്ക് എടുത്താൽ എന്റെയും ബിന്റെ അടുത്തുള്ള നമ്പേഴ്സ് എന്തൊക്കെയാ നോക്കാം. നമുക്ക് എന്റെ അടുത്ത് ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ 1 ഉണ്ട്. അപ്പൊ എന്റെ അടുത്തുള്ള നമ്പർ 1ഉം ബിന്റെ അടുത്തുള്ള നമ്പർ -3 ആണ്. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത് 1 ഉണ്ട്, ബിന്റെ അടുത്ത് -3 ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ a എഴുതി, ഇവിടെ b എഴുതി കഴിഞ്ഞാൽ നോക്കൂ, ഈ 2 വെക്ടറിന്റെ രൂപത്തിലാണ് ഞാൻ ഈ വെക്ടറിനെ എഴുതുന്നത്. ഓക്കെ, ഈ ഒരു കോളം വെക്ടറിനെ ഞാൻ 2 കോളം വെക്ടറിന്റെ രൂപത്തിലാണ് എഴുതുന്നത്. ഓക്കെ, അതിന് റീസൺ എന്താ? 2 ആൾക്കാരുടെ രൂപത്തിൽ എഴുതാനുള്ള കാരണം എന്താ? ഇവിടെ 2 ആളുണ്ട്. ഓക്കെ, ഇവിടെ a minus 3b 2 ടേം ഉണ്ട്. അപ്പൊ 2 വെക്ടറിന്റെ രൂപത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ എന്റെ അടുത്തുള്ള നമ്പർ 1ഉം ബിന്റെ അടുത്തുള്ളത് -3. അപ്പൊ എനെയും ബിനെയും പുറത്ത് വെച്ചാൽ എന്റെ അടുത്തുള്ള നമ്പർ 1 ഇവിടെ കൊടുക്കുക, ബിന്റെ അടുത്തുള്ള നമ്പർ -3 അവിടെ കൊടുക്കുക. ഓക്കെ, അത് കിട്ടി. ഇനി നോക്കൂ, ഇവിടെ രണ്ടാമത്തതില് ബിന്റെ അടുത്തുള്ളത് അവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ 1 ഉണ്ട്, എന്റെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ അവിടെ 1 ഉണ്ട്. അപ്പോ ബിന്റേത് 1ഉം എന്റേത് -1ഉം. അപ്പൊ എ ഇവിടെയാണുള്ളതെങ്കിൽ എന്റെ അടുത്തുള്ള നമ്പർ -1 ഇവിടെ കൊടുക്കുക. ഓക്കെ, ബി ഇവിടെയാണുള്ളത്, അപ്പൊ ബിന്റെ അടുത്തുള്ള നമ്പർ 1 ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? എന്റെയും ബിന്റെ അടുത്തുള്ള കോഎഫിഷ്യന്റ് അവിടെ കൊടുത്തു. ഇനി നോക്കൂ, അടുത്തതില് എ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് 1 ഉണ്ട്. 1 into a എന്ന് പറഞ്ഞാൽ a ആണ്. പ്ലസ് അവിടെ ബിന്റെ ടേം ഇല്ല എന്ന് പറഞ്ഞാൽ 0b എന്നാണ്. അപ്പൊ എന്റെ അടുത്ത് 1ഉം കൊടുക്കുക, ബിന്റെ അടുത്ത് 0യും കൊടുക്കുക. ഓക്കെ, അടുത്ത ലാസ്റ്റ് ടേം നോക്കൂ, ലാസ്റ്റത്തെ എലമെന്റ് ബി ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ബിന്റെ അടുത്ത് 1 ഉണ്ട്. 1 into b ആണ്.
നോക്കൂ അവിടെ എന്റെ ടേമിലാന്ന് പറഞ്ഞാൽ എന്റെ അടുത്തുള്ള നമ്പർ 0 ആണ്. അപ്പൊ 0 a plus 1 b ആണ്. അപ്പൊ എന്റെ അടുത്തുള്ള നമ്പർ കോഎഫിഷ്യന്റ് 0 ആണ്, ബിയുടെ അടുത്തുള്ള നമ്പർ 1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? രണ്ട് വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ നോക്കൂ, ഞാൻ ഈ വെക്ടറിന് എന്ത് പേര് കൊടുത്തു? ഈ വെക്ടറിന് ഞാനൊരു v1 എന്ന് പേര് കൊടുത്തു. ഈ കോളം വെക്ടറിന് v1 എന്ന് പേര് കൊടുത്തു, ഈ വെക്ടറിന് v2 എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇതിനെ v1 ഉം ഇതിനെ v2 എന്ന് പേര് കൊടുത്തു. നോക്കൂ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? a ഇൻറ്റു ഈ വെക്ടർ ആരാണ്? v1. a ഇൻറ്റു v1 പ്ലസ് ഇവിടുത്തെ പ്ലസ് എഴുതി, പിന്നെ b എഴുതി, b ഇൻറ്റു ഈ വെക്ടർ ആരാണ്? v2. ഇപ്പൊ നോക്കൂ, ഈ വെക്ടറിനെ ഞാൻ എങ്ങനെ എഴുതി? a ഇൻറ്റു ഒരു നമ്പർ ഇൻറ്റു v1 പ്ലസ് b ഇൻറ്റു ഒരു നമ്പർ, മറ്റൊരു നമ്പർ b ഇൻറ്റു v2 രൂപത്തിൽ എഴുതി. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പൊ ഈ v1 v2ന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ആര്? ഈ വെക്ടർ എന്ന് കിട്ടി. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണ്? ദിസ് കാൽക്കുലേഷൻ ഷോസ് ദാറ്റ് h ഈക്വൽ ടു സ്പാൻ ഓഫ് v1 v2. നോക്കൂ, ഈ v1 v2 എന്നുള്ള ഈ രണ്ട് കോളം വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ഇതെങ്കിൽ മീനിങ് എന്താ? ഇങ്ങനെ ഈ രണ്ട് വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റിയ മീനിങ് എന്താ? v1 v2ന്റെ സ്പാൻ ആണ് ആര്? h. കാരണം hലുള്ള ഈ വെക്ടറിനെയാണ് നമ്മൾ v1 v2ന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയത്. അപ്പൊ hലുള്ള വെക്ടറിനെ v1 v2ന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ h ആരുടെ സ്പാൻ ആണ്? v1 v2ന്റെ സ്പാൻ ആണ്. ഇങ്ങനെയാണെങ്കിൽ h ഒരു രണ്ട് വെക്ടറിന്റെ സ്പാൻ ആണെങ്കിൽ നമുക്കറിയാം, തൊട്ട് മുമ്പത്തെ തിയറം പ്രകാരം h എന്താണ്? സബ്സ്പേസ് ആണ്. നമ്മളൊരു തിയറം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇപ്പൊ നമ്മളൊരു തിയറം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വെക്ടേഴ്സ് സ്പാൻ ഓഫ് v1 v2 എക്സ്ട്രാ vp എന്നുള്ളത് എന്താണ്? വിയുടെ ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, കുറെ വെക്ടേഴ്സ് നമ്മൾ എടുത്തു. ഓക്കെ, ആ വെക്ടേഴ്സിന്റെ സ്പാൻ എപ്പോഴും ഒരു സബ്സ്പേസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചത് എന്താണ്? h എന്നുള്ളത് രണ്ട് വെക്ടേഴ്സിന്റെ സ്പാൻ ആണ്. അപ്പൊ സ്പാൻ എപ്പോഴും സബ്സ്പേസ് ആയിരിക്കും. അപ്പൊ സ്പാൻ ഓഫ് v1 v2 നമ്മളെ ഇവിടത്തെ R4ന്റെ സബ്സ്പേസ് ആയിരിക്കും. അപ്പൊ നോക്കൂ, സ്പാൻ ഓഫ് v1 v2 സബ്സ്പേസ് ആണെങ്കിൽ സ്പാൻ ഓഫ് v1 v2 ആരാണ്? h ആണ്. അപ്പൊ h എന്തായിരിക്കും? R4ന്റെ സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പ്രൂവ് ചെയ്തത് നമ്മളെ തൊട്ട് മുമ്പത്തെ തിയറം വെച്ചിട്ടാണ്. ഓക്കെ.